ഇന്നത്തെ കഥയുടെ പേരാണ് യഥാർത്ഥ സൗന്ദര്യം. വിചിത്രനായ ശില്പി. പണ്ട് ഒരു മലയോര ഗ്രാമത്തിൽ മാധവൻ എന്നൊരു ശില്പിയുണ്ടായിരുന്നു. കല്ലുകളിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കൊത്തിയെടുക്കാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്നാൽ മറ്റുള്ള ശില്പികളിൽ നിന്ന് വ്യത്യസ്തമായി അയാൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു കല്ല് ചെത്താൻ തുടങ്ങുന്നതിന് മുമ്പ് അയാൾ മണിക്കൂറുകളോളം ആ കല്ലിനോട് സംസാരിക്കുമായിരുന്നു. ഗ്രാമീണർ വിചാരിച്ചു അയാൾക്ക് ഭ്രാന്തനാണെന്ന്. എന്നാൽ മാധവന് കല്ലുകളുടെ ഭാഷ അറിയാമായിരുന്നു. ഒരു ദിവസം കാട്ടിൽ നിന്ന് മാധവന് വിചിത്രമായ ഒരു കരിങ്കല്ല് കിട്ടി. രൂപത്തിൽ വലിയ ഭംഗിയൊന്നുമില്ലാത്ത പരുക്കനായ ഒരു കല്ലായിരുന്നു അത്. അയാൾ അതിനെ കഷ്ടപ്പെട്ട് തൻ്റെ ശില്പശാലയിൽ എത്തിച്ചു. പതിവ് പോലെ മാധവൻ ആ കല്ലിന് മുന്നിൽ സംസാരിക്കാനിരുന്നു. പെട്ടെന്ന് ആ കല്ലിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. അതൊരു മാന്ത്രിക കല്ലായിരുന്നു. അത് ഭയത്തോടെ പറഞ്ഞു, "ശില്പി, എന്നെ തൊട്ടു പോകരുത്. നിന്റെ ഉളിയും ചുറ്റികയും കൊണ്ട് എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ സ്വസ്ഥമായിരിക്കാൻ എന്നെ അനുവദിക്കൂ." ഇതു കേട്ട മാധവൻ ആ കല്ലിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സുഹൃത്തേ, നിന്റെ ഉള്ളിൽ മനോഹരമായ ഒരു രൂപമുണ്ട്. ഈ പരുക്കൻ പുറന്തോട് മാറിയാൽ മാത്രമേ ലോകത്തിന് അത് കാണാൻ കഴിയൂ. കുറച്ച് വേദന സഹിച്ചാൽ നീ എല്ലാവരും ആരാധിക്കുന്ന ഒരു അത്ഭുതമായി മാറും." എന്നാൽ കല്ല് അത് കേൾക്കാൻ തയ്യാറായില്ല. "എനിക്ക് ആ പ്രശസ്തിയൊന്നും വേണ്ട. എനിക്ക് വേദന സഹിക്കാൻ ഒട്ടും വയ്യ." അത് വാശി പിടിച്ചു. മാധവൻ ആ കല്ലിനെ നിർബന്ധിച്ചില്ല. അയാൾ ആ കല്ലിനെ ശില്പശാലയുടെ ഒരു ഇരുണ്ട മൂലയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അതിനുശേഷം മാധവൻ കാട്ടിൽ നിന്ന് മറ്റൊരു സാധാരണ കരിങ്കല്ല് കൊണ്ടുവന്നു. അയാൾ ആ കല്ലിനോടും തൻ്റെ ഉദ്ദേശം പറഞ്ഞു. രണ്ടാമത്തെ കല്ല് ശാന്തമായി മറുപടി നൽകി, "ശില്പി, നിന്റെ ഉളി പതിക്കുമ്പോൾ എനിക്ക് കഠിനമായി വേദനിക്കും എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഉള്ളിലെ ഏറ്റവും മികച്ച രൂപത്തെ പുറത്തെടുക്കാൻ, എന്നെ കൂടുതൽ മനോഹരമാക്കാൻ ഞാൻ ആ വേദന സഹിക്കാൻ തയ്യാറാണ്. നീ നിന്റെ ജോലി തുടങ്ങിക്കോളൂ." അങ്ങനെ രണ്ടാമത്തെ കല്ലിൻ്റെ അനുവാദത്തോടെ മാധവൻ തൻ്റെ ജോലികൾ ആരംഭിച്ചു. ദിവസങ്ങളോളം ഉളിയും ചുറ്റികയും കൊണ്ട് അയാൾ ആ കല്ലിനെ ചെത്തിമിനുക്കി. ഓരോ അടി വീഴുമ്പോഴും കല്ല് വലിയ വേദന കടിച്ചു പിടിച്ചു നിന്നു. ഒരിറ്റ് പോലും പരാതി പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആ സാധാരണ കല്ല് അതിമനോഹരമായ, ലോകം അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ദേവതാ ശില്പമായി മാറി. അങ്ങനെ ആ സമയത്താണ് ഗ്രാമത്തിൽ ഒരു പുതിയ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായത്. ക്ഷേത്ര ഭാരവാഹികൾ മാധവൻ്റെ ശില്പശാലയിലെത്തി രണ്ടാമത്തെ കരിങ്കല്ലിൽ നിന്ന് നിർമ്മിച്ച ആ ദേവതാ ശില്പം വലിയ വില നൽകി വാങ്ങി. ക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അതിനെ പൂജിക്കാൻ തുടങ്ങി. എന്നാൽ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൻ്റെ പടികളിൽ വിരിക്കാൻ അവർക്ക് ഉറപ്പുള്ള മറ്റൊരു കല്ല് വേണമായിരുന്നു. അവർ മാധവൻ്റെ ശില്പശാലയുടെ മൂലയിലിരുന്ന വേദന സഹിക്കാൻ പറ്റാത്ത ആദ്യത്തെ കരിങ്കല്ല് തിരഞ്ഞെടുത്തു. അതിനെ അവർ നിലത്ത് പതിപ്പിച്ചു. ഇപ്പോൾ വേദന സഹിച്ച കല്ല് ക്ഷേത്രത്തിനുള്ളിൽ ദൈവമായി പൂജകൾ ഏറ്റുവാങ്ങുന്നു. എന്നാൽ വേദന ഭയന്ന ആദ്യത്തെ കല്ല് ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ ചെരിപ്പടിയും ചവിട്ടും ഏറ്റ് ആരും ശ്രദ്ധിക്കാതെ നിലത്ത് കിടക്കുന്നു. കഥയുടെ സന്ദേശം: ജീവിതത്തിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന കഠിനാധ്വാനവും പ്രതിസന്ധികളാൽ ഉണ്ടാകുന്ന വേദനകളും സഹിക്കാനും അതിനെ മുന്നേറുവാനും തയ്യാറാകുന്നവർക്ക് മാത്രമേ ഭാവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ.